ഇപ്പോൾ ഈ 2026 ഇപ്പോൾ നമുക്കൊരു ഗെയിമിംഗ് ലാപ്പ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ള് കണ്ടിരിക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, നിങ്ങളെ ബഡ്ജറ്റ് റേഞ്ചിൽ ഒതുങ്ങണേ ഇപ്പോൾ മാർക്കറ്റിൽ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്പ് എന്നല്ലേ ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു 70K to 80K ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്പ് ഏതാ? ഒരു 80K to 1 lakh വരുന്ന ഒരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ലാപ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാ? പിന്നെ ഒരു 1 lakh+ വരുന്ന എലൈറ്റ് ഗെയിമിംഗ് ലാപ്സ് ഏതല്ലോ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ നമ്മൾ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത് HX പ്രൊസസ്സറുള്ളതും RTX ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്സൊക്കെ നമ്മളെ മെയിൻ ടാർഗറ്റ്. ഇതിനെല്ലാത്തിനും വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളെ വലിയൊരു പൊട്ടത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതായത് നിങ്ങൾ കണ്ട ഒരുപാട് കണ്ടമാനം പൈസ കൊടുത്തിട്ട് ചീപ്പ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങളെ കയ്യിലില്ല ബഡ്ജറ്റ് വെച്ചാണ്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നില്ല നിങ്ങൾക്ക് പറഞ്ഞുതരാതില്ലത് മാത്രമേ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണോ ബ്രോ, എന്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് 60 to 70K വെക്കാതെ 70 to 80K സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റായിട്ട് വെച്ചു എന്നുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യനേക്കാരം. അപ്പോൾ എനിക്കിവിടെ അതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്, മെയിനായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത് ഞാനിപ്പോൾ ഈ ഒരുപാട് കടന്ന് റിസർച്ച് ചെയ്തു. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റ്, ഇവിടെ കടന്ന് ഒരുപാട് കടന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ 2-3 മെയിൻ ഡ്രോബാക്സ് കണ്ടു ഈ പ്രൈസ് റേഞ്ച് വരുന്ന ലാപ്ടോപ്പിൽ. മിക്കതിലും, ഓൾമോസ്റ്റ് എല്ലാത്തിലും. ഒന്നാമത്തെ കാരണം വെച്ചാൽ ഇതിലെല്ലാത്തിലും RTX 2050 ഗ്രാഫിക്സ് കാർഡേ കാര്യം ഉണ്ടാവുക, വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ 2026. ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഒരിക്കലും എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ 2026 RTX 2050 ഗ്രാഫിക്സ് കാർഡ്. പിന്നെ ചിലതിന് പ്രത്യേകത വെച്ചാൽ അതിന് ഒന്നാമത് പിന്നെ ആ വേരിയൻറ്റിലൊക്കെ DDR4 SSD കാരം, അതും ഈ 2026 അത്ര ബെസ്റ്റ് അല്ല. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ കരുതും ചിലതിൽ നോക്കുമ്പോൾ RTX 3050 ഗ്രാഫിക്സ് കാർഡ് ഉണ്ടോ. അപ്പോൾ നമ്മൾ കരുതും ഇത്ര പ്രൈസ് കുറഞ്ഞ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ നല്ല ഒരു ഗ്രാഫിക്സ് കാർഡൊക്കെ വരുന്ന ലാപ്പ് ഉണ്ടെന്ന് ഇത് നോക്കുമ്പോൾ ശരിക്കും എല്ലാത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലുള്ളൂ 3050 4GB ഗ്രാഫിക്സ് കാർഡ്. അതായത് അതിൻ്റെ VRAM 4GB ഉള്ളൂ, അതായത് RTX 3050 4GB ഗ്രാഫിക് കാർഡ്. അപ്പോൾ നിങ്ങൾ എഴുതും ഈ RTX 3050 4GB ഗ്രാഫിക് കാർഡും 6GB ഗ്രാഫിക് കാർഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പെർഫോമൻസിൽ നല്ല വ്യത്യാസം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹെവി ഗെയിമൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് 6GB ഗ്രാഫിക് കാർഡാണെന്നുണ്ടെങ്കിൽ കുറച്ചും പാടെ ബോട്ടിലിനൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ നടന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെർഫോമൻസ് ഡ്രോപ്പ് വരും, കാരണം വെച്ചാൽ അവിടെ ബോട്ടിലൊക്കെ സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ കാരണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ല, 3050 4GB ഗ്രാഫിക് കാർഡ് നല്ലതാണ്, ഈ 2026 പറ്റും, ആ രൂപത്തിലാണ് നിങ്ങൾ ഭയങ്കര മോഡറേറ്റ് യൂസറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് റിവ്യൂസൊക്കെ ഇരുന്ന് കാണുക. ഇനിയിപ്പോൾ ചില കാര്യം അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ വെച്ചാൽ അത് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് 3050 4GB ഗ്രാഫിക് കാർഡിൻ്റെ ഗെയിം പ്ലേ ഇഷ്ടംപോലെ ഉണ്ട്. ഒന്നിലും നോക്കുമ്പോൾ അതിലൊരു FPS ഇതൊന്നും ഇന്ന സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രൂപത്തിലല്ല. RTX 2050 പറ്റി ഈ 2026 ചിന്തിക്കുക പോലും ചെയ്ത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഈ 2026 വരുമ്പോൾ ഞാൻ ഏത് ലാപ്പ്, ഇപ്പോൾ ഈ 70 to 80K ആണ് എൻ്റെ സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ്. ഈ വരുന്ന ലാപ്പിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ മിനിമം ക്വാളിറ്റി ഉണ്ട്. ഈ 2026 വേണ്ട ഒരു മിനിമം ക്വാളിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഒന്ന് അതിൽ RTX 3050 6GB ഗ്രാഫിക് കാർഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത് അതിൽ Ryzen 5 or Ryzen 7 or Intel i5 12th Gen or 13th Gen ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ 2026 ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരാം. 70 to 80K വരുന്ന ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്സ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ Lenovo LOQൻ്റെ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ IPS LCD ആണ്. ഒട്ടുമിക്ക എല്ലാ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെയും ഡിസ്പ്ലേ ഇങ്ങനെ തന്നെയാണ്, 144 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ നല്ലതാണ്. പിന്നെ ഇതിൽ 60GB റാം വരുന്നുണ്ട്, 512GB SSD വരുന്നുണ്ട്, DDR5X റാമാണ്, നല്ലതാണ്. പിന്നെ DDR5 SSD ഓക്കെ, നല്ലതാണ്. പിന്നെ ഇതിൽ RTX 3050 6GB ഗ്രാഫിക് കാർഡും Intel i5 12th Gen വരുന്നുണ്ട്, വിച്ച് ഈസ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫോർ 2026. ഓക്കെ, ഇത് ഞാൻ റെക്കമെൻഡബിൾ ആണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് ലാപ്പ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ 2026 എടുക്കണം. ഇതിലിപ്പോൾ എങ്ങനെ ഉണ്ടോ വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസ് കാണുന്നത് വെച്ചാൽ ഗെയിമിങ്ങിന് 1080p നിങ്ങൾക്ക് GTA 5 ഒക്കെ വേണമെങ്കിൽ കളിക്കാം, പക്ഷെ അത്രയ്ക്ക് ഓവർ ദ ടോപ്പ് നോച്ച് പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മീഡിയം സെറ്റിങ്സിലൊക്കെ ഇട്ടാണ്ട് അത്യാവശ്യം ഇപ്പോൾ ഹൈ സെറ്റിങ്സ് ഇട്ടാണെങ്കിൽ കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്രയ്ക്ക് ലെവലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വീഡിയോ എഡിറ്റിംഗ് 1080pയിലാണ് റെക്കമെൻഡ് ആയിട്ടുള്ളത്, 4K ഒരിക്കലും റെക്കമെൻഡ് അല്ല ഈ പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൽ. ഓക്കെ, പിന്നെ ഈ Lenovo LOQ തന്നെ ഇതിൻ്റെ സെയിം വേറെ വേരിയൻറ്റും പാടുണ്ട്. അതായത് സെയിം RTX 3050 6GB ഗ്രാഫിക് കാർഡ് ഉണ്ട്, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അങ്ങനെ ഇത് നേരത്തെ പറഞ്ഞതിലെല്ലാം ഉണ്ട്. പക്ഷെ ആകെപ്പാടെ വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ഉള്ളത് Intel i5 12th Gen, ഇവിടെ ഉള്ളത് AMD Ryzen 5 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ചില ആൾക്ക് ഡൗട്ട് ഉണ്ട്, സെയിം വേരിയൻറ്റ് ഇവിടെ Intel i5 12th Gen, ഇവിടെ AMD Ryzen 5,
ഇതിൽ ഞാൻ ഏത് ചൂസ് ചെയ്യും എന്നൊക്കെ ചോദിക്കണ്ടേ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇന്റൽ i5-12th Gen വന്നതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 78K ആണ്. മറ്റിൻ്റെ പ്രൈസ് റൈസൻ്റെ പ്രൈസ് പറഞ്ഞാൽ 75K ആണ്. പ്രൈസ് കൂടുതലല്ലേ ഇവിടെ ഇന്റൽ i5-ന്. കാരണം എന്താ വെച്ചാൽ ഈ ഇന്റൽ i5-12th Gen എന്തിനേക്കാളും ബെറ്ററാണ്. റൈസൻ 5 7000-നെക്കാളും സ്ലൈറ്റ്ലി ബെറ്ററാണ്. പിന്നെ ഇന്റൽ വിസസ് AMD റൈസൻ എന്നുള്ളത് നമ്മൾ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു കാര്യത്തിൻ്റെ ഡൗട്ട് ഇത് ക്ലിയർ ചെയ്യാം. ഇന്റൽ i5-ൽ അത് സെയിം വേരിയൻ്റ് വരുമ്പോൾ ഇന്റൽ i5 റൈസൻ 5 ഇങ്ങനെ സെയിം വേരിയൻ്റ് വരുമ്പോൾ മിക്ക ഇന്റൽ സീരീസിൻ്റെ പ്രൊസറാവട്ടെ അതിന് റൈസനിങ് എന്ത് വരും കുറച്ചും കൂടെ ത്രെഡ്സ് കൂടുതലായി കാരണം ചിലപ്പോൾ 16 ത്രെഡ്സ് ഉണ്ടാവും, റൈസനിൽ 12 ത്രെഡ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഹെഡ് റൂംസ് കൂടും. അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എപ്പോഴും എന്ത് കാരം ഇന്റലിൻ്റെ കാരം ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷേ ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. റൈസനും എഡിറ്റിങ്ങിനും മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, പക്ഷേ സ്ലൈറ്റ്ലി കുറച്ചും പാടെ ബെറ്റർ ആണെന്നുള്ളൂ, അത്രേ ഉള്ളൂ ഇന്റൽ. ഓക്കെ, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഗെയിമിങ് ഇവിടെ ശ്രദ്ധിക്കണം. ഗെയിമിങ്ങൾക്ക് ഞാൻ പ്രോ ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഓല പറയുന്ന കാര്യങ്ങളൊക്കെ അത് ഓല റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ ഓരെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഞാനിപ്പോൾ ഈ ലെനോവോ എല്ലോക്യൂലും ഞാൻ ഉപയോഗിക്കുന്നത് റൈസൻ 7 ആണ്. റൈസൻ 7 8 സീരീസാണ്. ഞാൻ മനസ്സിലാച്ചാൽ റൈസൻ 7 ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. കാരണം വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്നത് Zen 3 ആർക്കിടെക്ചർ അങ്ങനെ എന്തോ സംഭവമുണ്ട്. Zen 3 ആർക്കിടെക്ചറോ Zen 4 ആർക്കിടെക്ചറാണ് റൈസനിൽ ഉപയോഗിക്കുന്നത്. അതെന്ന് വെച്ചാൽ നല്ല എഫിഷ്യൻ്റാണ്. അത് ഹീറ്റൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്യും. ഈ പ്രോസർ ഹീറ്റ് നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ FPS ഡ്രോപ്പ് എപ്പോഴും സംഭവിക്കുകയില്ല. അത് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള FPS ഗെയിമിങ്ങിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ റൈസൻ കുറച്ചും പാടെ ബെറ്ററാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ വെച്ചാൽ ഇത് ഞാൻ പറയുന്നുള്ളൂ, ഒരിക്കലും ഇന്റൽ i5 ഗെയിമിങ്ങിന് മോശമാണെന്നോ ഒന്നും പറയണില്ല. പക്ഷേ സ്ലൈറ്റ്ലി ഒന്നൊന്നിനേക്കാൾ ഇത്തിരി മെച്ചാണ്. ഇതിൽ ഈ കാര്യം വരുമ്പോൾ ഒന്നൊന്നിനേക്കാൾ ഇത്തിരി മെച്ചാണ്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ യൂസ് കേസ് അനുസരിച്ച് മാറും. ഇപ്പോൾ ഇതിൻ്റെ സെയിം വേരിൽ ഇന്റൽ i5 വരുന്നത് വെച്ചാൽ 78K ആണ്. പിന്നെ റൈസൻ 5 വരുന്നത് 73K ആണ്. അപ്പോൾ അത് നിങ്ങളെ ഒരു പേഴ്സണൽ ഇഷ്ടം അനുസരിച്ച് ഇരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇന്റൽ i5-12Gen ബെറ്റർ. ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ റൈസൻ 5 കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സിംഗിൾ കോർ പെർഫോമൻസ് കൂടുതലുള്ളത് ഇന്റൽ i5-നാണ്. വിച്ച് മീൻസ് ചിലപ്പോൾ മിക്കവാറും റൈസൻ 5-ഉം ഈ ഇന്റൽ i5-ഉം ഗെയിമിങ്ങിൻ്റെ സിംഗിൾ കോർ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ഇന്റലിനേക്കാരം. പക്ഷേ ഇന്റൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഹീറ്റ് ആവുന്ന സ്വഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ FPS പെട്ടെന്നൊരു ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും മോശമല്ല. ഇന്റൽ i5-ഉം റൈസൻ 7-ഉം ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ മോശമല്ല. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ളത് പറഞ്ഞാൽ HP Victus ആണ്. HP Victusഉം നല്ലൊരു മേജർ ബ്രാൻഡാണ്. ഇപ്പോൾ ലെനോവോ എല്ലോക്യൂക്ക് ആവട്ടെ HP Victusനാവട്ടെ ഒക്കെ ആകപ്പത്തിന് വീണ് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ബാക്കിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് മുന്നിക്ക് ഹീറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യാൻ ഭയങ്കര സുഖകരം. പിന്നെ ഇതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ ബാക്കിലാണ്, യൂസ് ചെയ്യാൻ ഭയങ്കര സുഖകരം. HP Victusഉം അങ്ങനെ തന്നെയാണ് വരുന്നത്. HP Victusന് കുറച്ചും കൂടെ TDPയും കുറച്ച് കുറയുന്നുള്ളൂ, പക്ഷേ പ്രൈസും അതിനനുസരിച്ച് കുറഞ്ഞോളും. അതൊരു ആശ്വാസം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് HP Victusനും ഇവിടെ സെയിം സ്പെക്ക് തന്നെ വരുന്നത്. RTX 3050 6GB ഗ്രാഫിക് കാർഡ് ഉണ്ട്. 144 Hz റിഫ്രഷ് റേറ്റിൽ IPS LCD ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 512GB DDR5 SSD ഉണ്ട്. 60GB RAM ഉണ്ട് എന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിലോ HP Victusൻ്റെ ഈ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 76K ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 76K ആണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇവിടെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ റൈസൻ 7 വരുന്നത്. റൈസൻ 7 7000 സീരീസിൽ. ഓക്കെ, അത് കുറച്ചും പാടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്യാവശ്യത്തിന് ഡീസൻറ്റ് പെർഫോമൻസ് വരുന്ന ഒരു പ്രൊസറാണ് റൈസൻ 7 7000 സീരീസിലെ HS പ്രോസസ്സേഴ്സ്. അത് നല്ലതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ ലെനോവോ എല്ലോക്യൂനിങ്ങാട്ടിലും കുറച്ചും പാടെ ചീപ്പാണ് HP Victus വരുന്നത്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ HP Victusനപ്പോൾ കുറച്ച് പ്രൈസ് കുറയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക്, റൈസൻ 5-ൽ ലെനോവോ എല്ലോക്യൂക്ക് വന്ന പ്രൈസ് പറഞ്ഞാൽ 75K ആണ്. എന്നിട്ടും ഇവിടെ റൈസൻ 7 ആയിട്ട് പോലും HP Victusൻ്റെ പ്രൈസ് 76K ഉള്ളൂ. അത് സ്റ്റിൽ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ പ്രൊസസ്സർ ഉണ്ടായിട്ട് പോലും ഇവിടെ 1K കൂടിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലെനോവോ എല്ലോക്യൂൻ്റെ കൂളിംഗ് സിസ്റ്റം അത് തെർമൽ മാനേജ് ചെയ്യണതും ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെ കുറച്ചും പാടെ HP Victusനെക്കാളും ബെറ്ററാണ്. അതിപ്പോൾ ഞാൻ കുറേ ഓഫ്ലൈൻ ഷോറൂമിൽ കയറി നോക്കിയപ്പോഴും റിവ്യൂസ് കണ്ടപ്പോഴൊക്കെ തന്നെ എനിക്കത് മനസ്സിലായത്. പക്ഷേ ഒട്ടും മോശമാണോ? അല്ല, കുറച്ച് TDP കുറവാണെന്നേ ഉള്ളൂ. അതെങ്കിലും ബെറ്റർ ഓപ്ഷനാണ്. ഇതും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നുള്ളൂ. HP Victusഉം ഞാൻ ഈ 70 to 80K ഇടയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഉള്ളതെന്താ വെച്ചാൽ അസൂസിൻ്റെ ടഫ് ഗെയിമിങ്. ഇത് പറഞ്ഞാൽ ഒരു ഗെയിമിങ് ഓറിയൻറ്റഡ് ലാപ്ടോപ്പാണ്. കാരണം വെച്ചാൽ ഇതിനൊരു ഗെയിമിങ് DNA ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ ഗെയിമേഴ്സിന് വേണ്ടി മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. ഈ എഡിറ്റേഴ്സ്, അത് ഗെയിമിംഗ് വിത്ത് എഡിറ്റേഴ്സ് ഓർക്കൊക്കെ ഉള്ളത് ലെനോവോ എല്ലോക്യാണ്. കാരണം അതേ ഒരു സ്യൂട്ടുള്ളൂ. കാരണം ഇത് വെച്ചാൽ കുറച്ചും കൂടെ ബൾക്കായിട്ടല്ലേ. പിന്നെ ഇതിൻ്റെ ഫാനൊക്കെ, അതായത് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റമൊക്കെ സൈഡിലും വരുന്നുണ്ട്.
അതൊരു ശരിക്കും ഒരു പറഞ്ഞാൽ ചെറിയൊരു ഇഷ്യൂ ആണ്. കാരണം എന്താ വെച്ചാൽ ഹീറ്റ് ആയിക്കൂടെ പോകുമ്പോൾ നമ്മളെ കൈയൊക്കെ കടന്ന് വിയർക്കാൻ ചാൻസ് നമ്മൾ ഈ മൗസൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തുണ്ട്. പക്ഷേ ഇതിലും RTX 3050 6GB ഗ്രാഫിക് കാർഡ് ഉണ്ട്, പിന്നെ Intel i5 ഉണ്ട്, പിന്നെ DDR5 റാം ഉണ്ട്, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം സെയിം ആണ് ബാക്കിയുള്ളതൊക്കെ. പക്ഷേ കുറച്ചും പാടെ ഗെയിമിങ്ങിനൊക്കെ കുറച്ചും പാടെ ബെറ്റർ ASUS ടഫ് ഗെയിമിംഗ് ആണ് എന്നുള്ളത് ഞാൻ റിവ്യൂവേഴ്സിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചും പാടെ പവർ ഹങ്കറാണ്, കുറച്ചും പാടെ സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ 3 ലാപ്ടോപ്പ് പരിചയപ്പെടുത്തി. ഇതാണെന്നുണ്ടെങ്കിൽ ലെനോവോ എല്ലോക്കിന് Intel i5 വിത്ത് Ryzen 5, പിന്നെ HP വിക്ടേഴ്സിൻ്റെ Ryzen 7 വിത്ത് RTX 3050, എല്ലാത്തിനും 3050 ഉണ്ടായിരുന്നു. പിന്നെ ഈ 3 ലാപ്ടോപ്സ് പറഞ്ഞാൽ എൻട്രി ലെവൽ ഗെയിമിംഗ് പെർഫോമൻസുള്ള ലാപ്സാണ്. ഇതിന്ന് ഭയങ്കര ഹൈ എൻഡ് മല മറച്ചുന്ന പെർഫോമൻസും 4K എഡിറ്റിംഗ് ഒന്നും ഇതിന്ന് പ്രതീക്ഷിക്കരുത്. ഇതിലാണ് ഡീസൻറ്റ് പെർഫോമൻസ്. അത് നിങ്ങളെ ബഡ്ജറ്റ് കുറവാണ്. ഈ 70 to 80K എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഗെയിമിംഗ് ലാപ്പിൻ്റെ കാര്യത്തിൽ ബഡ്ജറ്റ് കുറവാണെന്നുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് ലാപ്പിൽ ഈ 3 വേരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, ബ്രോ എയ്സറിൻ്റെ മോഡൽ ഉണ്ടല്ലോ, ASUSൻ്റെ എയ്സർ ഉണ്ടല്ലോ, MSI ഉണ്ടോ, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, അതിൻ്റെ തെർമൽസ് ആവട്ടെ, തെർമൽസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ MSIൻ്റെ ലാപ്ടോപ്പ് എയ്സറിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും തെർമൽസും എനിക്ക് പറ്റിയത്. അതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. ഈ സെയിം പ്രൈസ് റേഞ്ചിൽ അതും പാടുണ്ട്, പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കാറ്റഗറി, അതായത് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നല്ല പെർഫോമൻസ് വേണം എന്നുള്ള കാറ്റഗറിയാണ് ഈ ഒരു ബഡ്ജറ്റ്. ബഡ്ജറ്റ് 80K to 1 lakh എന്ന ബഡ്ജറ്റിൽ മിഡ് റേഞ്ച് ഗെയിമിംഗ് ലാപ്പ് കിട്ടും. അത് ടോപ്പിന് വെച്ച് മിഡ് റേഞ്ച് ഗെയിമിംഗ് ലാപ്പ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ 80K to 1 lakh കൊടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട മിനിമം കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്നാമത്തത് വെൽക്കം ടു ദ 4050 എറ. നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് ഗ്രാഫിക്സ് കാർഡാണ് RTX 4050. RTX 4050 എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക്സ് കാർഡ് RTX 3050 എന്ന ഗ്രാഫിക്സ് കാർഡിനെക്കാളും 30 to 40% ഫാസ്റ്ററാണ്, ബെറ്ററാണ്. അപ്പോൾ ആ കാര്യം അത് മനസ്സിലാക്കാം. അത് നിങ്ങൾ 80Kൻ്റെ മേലെ ഒരു ലാപ്പ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും മാക്സിമം ആയിട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് അതിൽ RTX 4050 ഗ്രാഫിക്സ് കാർഡ് ഉണ്ടോ എന്നുള്ളത്, DDR5 SSD ഉണ്ടോ എന്നുള്ളത്, എന്ന കാര്യങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. പിന്നെ Intel i5 13th Gen or Ryzen 7 or Ryzen 5. ഇതിലിപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് മിഡ് റേഞ്ച് ഗെയിമിംഗ് ലാപ്സ് ആണ്. ഇതിൽ അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഇപ്പോൾ 4Kയിലെ എഡിറ്റിങ്ങിന് റെക്കമെൻഡഡ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഡീസൻറ്റ് പെർഫോമൻസ്. പിന്നെ 1080p ഗെയിമിങ് അത്യാവശ്യം നല്ല FPS അത്യാവശ്യം നല്ല പെർഫോമൻസും കിട്ടും. ഇപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് ചാനലൊക്കെ തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ലാപ്സ് നിങ്ങൾക്ക് എന്തായാലും പരിഗണിക്കാം. അപ്പോൾ ഈ മിഡ് റേഞ്ച് ഗ്യാപ്പിൽ, അതായത് 80K to 1 lakh നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു ലെനോവോ എല്ലോക്കിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ട്. ലെനോവോ എല്ലോക്കിൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിലുള്ള വേരിയൻ്റ് വെച്ചാൽ ഇതിൽ RTX 4050 6GB ഗ്രാഫിക് കാർഡ് ഉണ്ട്. ഇനിയിപ്പോൾ 6GB ഗ്രാഫിക് കാർഡ് ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം RTX 4050 മൊത്തം 6GB ഗ്രാഫിക് കാർഡാണുള്ളത്. അപ്പോൾ RTX 4050 ഉണ്ട്, പിന്നെ Ryzen 5 ഉണ്ട്, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ഉണ്ട്, ഈ പറഞ്ഞ ഡീസൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. കാരണം ഈ വേരിയൻ്റ് പറഞ്ഞാൽ ഈ മോഡൽ മാറില്ല, ബിൽഡ് ക്വാളിറ്റി ആവട്ടെ ഡിസൈൻ ആവട്ടെ ഒക്കെ സെയിം ആയിരിക്കും, ഉള്ളിലുള്ള സ്പെക്ക് മാത്രമേ മാറുള്ളൂ. 3050 എന്നുള്ളത് 4050 ആവും ഈ ബഡ്ജറ്റ് ആകുമ്പോൾ. പിന്നെ ഇതിലുള്ളത് Ryzen 5 ആണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 86K ആണ്. അതായത് ഈ ഒരു റേഞ്ചിൽ, ഈ 4050 റേഞ്ചിലുള്ള ബിഗിനിങ് ആണിത്. ഈ ഒരു കറക്റ്റ് വേരിയൻറ്റ്, അതായത് ഈ കറക്റ്റ് സ്പെക്ക് ചെയ്യാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക ഗെയിമേഴ്സിന്. കാരണം എന്താ വെച്ചാൽ ഇതിലുള്ളത് Ryzen 5 ആണ്. Ryzen 7 ആണെന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങിനൊക്കെ കുറച്ചും പാടെ ബെറ്റർ കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു RTX 4050 ഗ്രാഫിക്സ് കാർഡും കിട്ടണം, എന്നാൽ പ്രൈസ് കുറവായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതിൽ RTX 4050 ഉണ്ട്. പിന്നെ Ryzen 5 ഗെയിമിങ്ങിന് അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എഡിറ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഞാൻ Intel i5 13th Gen വേർഷനേക്കാളും റെക്കമെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെയാണ് HP വിക്ടേഴ്സിൻ്റെ അടുത്തൊരു വേരിയൻ്റ് ആണല്ലോ. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതിനെ പറഞ്ഞത് ഇത് 90K അറൗണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് 86K ആയിരുന്നു, അത് ലെനോവോ എല്ലോക്കിന്. പക്ഷേ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ RTX 4050 ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ വരുന്നത് Ryzen 7 7000 സീരീസാണ്. അവിടെ വന്നത് എല്ലോക്യൂൽ Ryzen 5 ആണ്, ഇവിടെ വന്നത് Ryzen 7 ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലോക്യൂ എന്ന ബ്രാൻഡിനോട് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പോകാം, കാരണം അതിന് പ്രൈസും കുറവാണ്, പക്ഷേ Ryzen 5 ആണെന്നുള്ളൂ. ഇതിൽ വരുമ്പോൾ Ryzen 7 ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, സ്റ്റോറേജ് ആവട്ടെ 512 DDR5 ആണ്, പിന്നെ 60GB SSD ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ 60GB SSD 512GB എന്നൊക്കെ 60GB റാം 512GB SSD എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ദ എൻഡ്.
കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ലാബ്സിനൊക്കെ ഇവിടെ ഒരു രണ്ട് സ്ലോട്ടുകളുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് അയച്ചാൽ നമുക്ക് കാണാൻ പറ്റും 2 സ്ലോട്ട്. അതിൽ നമുക്ക് 512 GB എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 2 TB മാക്സിമം വരെ ആക്കാൻ പറ്റും. പിന്നെ 60 GB എന്നുള്ളത് നമുക്ക് മാക്സിമം 32 GB ആക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, അഡീഷണലായിട്ട് ക്യാഷ് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഈ 90K പ്രൈസ് റേഞ്ചിൽ തന്നെ അസൂസിൻ്റെ ടഫ് ഗെയിമിംഗ് വരുന്നുണ്ട്. ഇതും ചിലപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ കേട്ട HP വിക്ടേഴ്സിനെക്കാളും ഗെയിമേഴ്സിനൊക്കെ ഞാൻ പ്രിഫർ ചെയ്തതാണ്. ഇതിലും ഉണ്ട് Ryzen 7ൻ്റെ 7000 സീരീസ് ഉണ്ട്. ഓക്കെ, RTX 4050 6GB ഗ്രാഫിക് കാർഡ് ഉണ്ട്, അതുണ്ട്. പക്ഷേ ഇവിടെ ഒരു മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ TGP വരുന്നത് 140 വാട്ടാണ്. അതായത് ലെനോവോ LOQ 125 വാട്ട സംതിങ് ആയിട്ടാണ്. ഇത് മറ്റേ HP വിക്ടേഴ്സിന് 100ൻ്റെ അടുത്ത സംതിങ് ആണ് TGP. പക്ഷേ ഇതിൻ്റെ TGP പറഞ്ഞാൽ 140 വാട്ടാണ്. അതായത് ഇപ്പോൾ ഈ ലെനോവോ LOQലും HP വിക്ടേഴ്സിലും 4050 ആണ് രണ്ടിലും. എന്തുണ്ടെങ്കിൽ പോലും ഇതിലുള്ള 4050 കുറച്ചും പാടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കൂടുതൽ TGP ഉണ്ടാകുമ്പോൾ ആ ഗ്രാഫിക്സ് കാർഡിന് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിനെ ഞാൻ പറഞ്ഞില്ല പ്രിഫർ ചെയ്യുന്ന ടഫ് ഗെയിമിംഗ് കാരണം. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ പിന്നെ ഇതിലെന്ന് വെച്ചാൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഈ 90K ആയിട്ട് പോലും ഈ ഒരു സെയിം വേരിയൻ്റ് ഇപ്പോൾ വരുന്ന പ്രൈസിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 60 GB RAM ഉള്ളൂ. ഓക്കെ, പക്ഷേ SSD DDR5 1 TB ഉണ്ട്. അത് ഇൻബിൽറ്റ് ആയിട്ട് ഓൾറെഡി ഒരു 1 TB വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണെന്ന് തന്നെ മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് HP വിക്ടേഴ്സിൻ്റെ എഡിറ്റേഴ്സിനായിട്ടുള്ള ഒരു കിട്ടുന്ന സാധനം. കാരണം വെച്ചാൽ സാധാരണ ഓക്കെ RTX 4050 6GB ഗ്രാഫിക് കാർഡ് ഇതൊക്കെ സെയിമാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു ബിഗ് ഡിഫറൻസ് പറഞ്ഞാൽ ഇതിലൊരു കൊടുത്തിട്ടുള്ളത് Intel i5ൻ്റെ 14 Gen, വിച്ച് മീൻസ് Ryzen 7 8000 സീരീസിനെക്കാളും ബെറ്റർ ആയി കാരണം Intel i5ൻ്റെ 14 Gen. അത്രയും ത്രെഡ്സ് അത്ര 18 സംതിങ്ങത്തെ ത്രെഡ്സും ഉണ്ട്. സിംഗിൾ കോർ പെർഫോമൻസ് അത്രയും ഹൈ ആയി കാരണം. അതായത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നൈസായിട്ട് പോകും. 4K എഡിറ്റിങ്ങിൽ RTX 4050 അത്ര മോശമല്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന വേരിയൻസ് ഉണ്ട്, അപ്കമിങ് വേരിയൻസ് ഉണ്ട് വില കൂടിയത്. അത് കുറച്ചും പാടെ ബെറ്റർ ആയി കാരണം 4K എഡിറ്റിങ്ങിന്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു കിടലം പോലത്തെ പ്രൊസസ്സറാണ്. അതായത് ഇപ്പോൾ ഇത് ഗെയിമിങ്ങിനാവട്ടെ വീഡിയോ എഡിറ്റിങ്ങിനാവട്ടെ നല്ലതാണ്. 1080p ഒരു ഡൗട്ടും വേണ്ട, വൺ ഓഫ് ദി ബെസ്റ്റ്. പക്ഷേ ഈ ഇത്ര പവർഫുള്ളായിട്ടുള്ള പ്രൊസസ്സറിൻ്റെ യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലതാണ്. ഇതിന് 95K ആവും. ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്പെക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ LOQൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും വേറെയാണ്. HP വിക്ടേഴ്സിൻ്റെ ഇതൊന്നുമില്ല. പിന്നെ LOQ HP വിക്ടേഴ്സ് എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വേറെ കാര്യം നിങ്ങൾ പറയാണ്ട് ഇമ്പോർട്ടൻ്റ് ഇവിടെ. ലെനോവോൻ്റെ സർവീസ് വരുന്നത് കുറച്ചും കൂടെ പുറത്താണ്. അതായത് ഞാനിപ്പോൾ ഷോറൂം പോയിട്ട് എനിക്ക് എൻ്റെ ഈ ലാപ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അടുത്ത ഷോറൂമിൽ ആളോട് വെച്ച് പോലെ പറഞ്ഞു HP ഷോറൂംസ് കേരളത്തിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, സർവീസ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഓൾക്ക് പെട്ടെന്ന് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയായി കിട്ടാൻ കഴിയും. പക്ഷേ ലെനോവോ LOQൻ്റെ ഓല എന്ത് ചെയ്യും, ഓല കടയിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. ഓല അവിടെ നിന്ന് എന്ത് ചെയ്യും, മുംബൈക്കും ബാംഗ്ലൂർ അവിടെയൊക്കെയാണ് ലെനോവോൻ്റെ ഉള്ളത്. അവിടെ കൊണ്ട് അവിടുന്ന് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചുകൊണ്ടിരും. അങ്ങനെ ഒരു പ്രശ്നമായിട്ടുണ്ടതിൽ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പോൾ അസൂസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഷോറൂമും സർവീസറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് ലെനോവോ LOQ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ 4050 വേരിയൻ്റ് തന്നെ ലെനോവോ LOQ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ പ്രൈസ് 1,00,000 റുപ്യേൻ്റെ അവിടെ വരുന്നത് വെച്ചാൽ ഇത് ശരി, ഇത് Intel i5 13 Gen സ്റ്റിൽ ഇതിന് വില കൂടുതൽ. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. അപ്പുറത്തെ അതർ ഹാൻഡിൽ HP വിക്ടേഴ്സ് Intel i5 14 Gen വിത്ത് 4050 കൊടുത്തപ്പോൾ അതും 95K കൊടുത്തപ്പോൾ ഇവിടെ 1,00,000. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ വീണ്ടും പറയണല്ലോ LOQക്ക് എന്തുകൊണ്ട് വില കൂടി. ഇവിടെ എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഈ AI കാരണം നമ്മളെ ഗെയിമേഴ്സിനെ അത് എത്രത്തോളം ബാധിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട് ഞാൻ ഈ ലാപ്പ് എടുക്കുന്ന സമയം ഒരു 10 മാസം മുന്നേ, ഈ ലാപ്പ് എടുക്കുന്ന സമയത്ത് 10 to 11 മാസം മുന്നേ ഈ സെയിം ലാപ്പിൻ്റെ വില എനിക്ക് ഓർമ്മയുണ്ട് 86K. Intel i5 13 Gen വിത്ത് RTX 4050 ഇതിൻ്റെ പ്രൈസ് 86K. എൻ്റെ കയ്യിലെ Ryzen 7 8845HS വിത്ത് RTX 4050 വില അന്ന് 86. ഇന്നിൻ്റെ ഈ സെയിം ലാപ്പിൻ്റെ വില കേട്ടങ്ങളെ ജഡ്ഡി കീറിപ്പോവും. 1,12,000 റുപ്യ. 86,000 1,12,000 ഈ ലാപ്പിൻ്റെ ഒരു ജമ്പ് വന്ന്. ഞാൻ ഈ ലാപ്പ് ഇടക്കിട്ടപ്പോൾ ആമസോണിലും ഇതിലൊക്കെ അവൈലബിൾ ഉള്ള അപ്പോൾ എടുത്ത് നോക്കിയതാണ്. ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1,03,000 റുപ്യയായി. അത്രയും വലിയൊരു വിലക്കയറ്റം. സത്യം പറഞ്ഞാൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ആ വിലക്കയറ്റം കുറയാൻ പോകുള്ളൂ, ഇനി അത് കൂടാനേ പോകുള്ളൂ. കാരണം AI കമ്പനീസിന് നിങ്ങൾക്ക് അറിയാലോ, ഒരു റാമും ഈ VRAM ഇതൊക്കെ അടിച്ചു വാരി കൊണ്ടുപോകുക. കാരണം വെച്ചാൽ ഓരിങ്ങനെ ഫോൺ കമ്പനീസ് ഉണ്ടാകണ്ടേ, ഞങ്ങൾക്ക് നിങ്ങൾ ഫോൺ കമ്പനീസും ലാപ്ടോപ്പ് തരുന്നതിൻ്റെ ഇരട്ടി ക്യാഷ് തരാം. കമ്പനീസ് അത് ഓർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഈ വരാൻ പോണ കാലത്ത് ഫോണിൻ്റെതാവട്ടെ ലാപ്ടോപ്പിൻ്റെ ആവട്ടെ പ്രൈസ് നല്ല രീതിക്ക് കൂടാൻ പോവാം. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എലൈറ്റ് ലാപ്ടോപ്സ്. അതായത് എലൈറ്റ് പെർഫോമൻസ് ആഗ്രഹിക്കണം, ഹൈ എൻഡ് പെർഫോമൻസ് ആഗ്രഹിക്കണ ആൾക്കാർ മാത്രം ഈ കാറ്റഗറിക്ക് പോയാൽ മതി.
അല്ലാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞ ഈ ലെനോവോ എല്ലോക്ക് 4050 വിത്ത് ഇൻ്റൽ i5 13 Gen അല്ലെങ്കിൽ HP വിക്ടസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള 80 to 1 lakhൻ്റെ ഇടയിൽ മതി. ഈ 1 lakhൻ്റെ ഇടയിൽ മേലേക്ക് നോക്കുന്ന ആൾക്കാരെ വെച്ചാൽ നിങ്ങളുടെ ഡാഡി അത്യാവശ്യം റിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം റിച്ച് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മതി. കാരണം വെച്ചാൽ ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന വേരിയൻസ് പറയുമ്പോൾ ഈ 1 lakh പ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് പറഞ്ഞാൽ അത്രയും ടോപ്പ് നോച്ച് ചെയ്യാറ്. കാരണം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി 1 lakhന് മേലെ സ്പെൻഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ 1 lakhൻ്റെ മേലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വെൽക്കം ടു ദ RTX 5050 8GB VRAM എറ. ഓക്കെ, ഇത് അത്ര പവർഫുള്ളാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും GTA 6 ഒക്കെ റണ്ണാവും. ഓക്കെ, ഇനി പറഞ്ഞാൽ ഞാൻ 1 lakhൻ്റെ പ്ലസ് നിങ്ങൾ ഈ ലാപ്പ് നിങ്ങൾ എന്തായാലും എടുക്കാൻ വിചാരിച്ചു, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പൈസ കളയാൻ നിങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടേ. നിങ്ങളൊരു സ്ട്രീമറാണ്, അല്ലെങ്കിൽ ഭാവിയിൽ GTA 6 വരെ ഓടിക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ വലിയ കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ആനിമേഷൻ 4K എഡിറ്റിങ് ഈ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളെ കരിയറായിട്ട് എടുക്കാൻ പോകുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഉള്ളവർക്കാണ് ഞാൻ ഈ ലാപ്പൊക്കെ കുറച്ച്. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ ഞാൻ മെയിനായിട്ട് പറയുന്ന 3 മേജർ ബ്രാൻഡ്സ് വെച്ചാൽ 1 ലെനോവോ ലീജിയൻ, 2 HP ഓമൻ, ഓക്കെ, 3ാമത് വരുന്നത് അസൂസിൻ്റെ റോഗ്. എലൈറ്റ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ് അസൂസ് റോഗ്. ഇനി എന്തുകൊണ്ട് ഈ 1 lakh പ്ലസ്സിൽ ഞാൻ എന്തുകൊണ്ട് ലെനോവോ എല്ലോക്കിനും HP മറ്റേ വിക്ടസിനൊന്നും ഈ 1 lakh പ്ലസ് കാറ്റഗറിയിൽ നിങ്ങൾ എടുക്കരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ 1 lakh പ്ലസ്സിലെ ലെനോവോ എല്ലോക്കിൻ്റെ ആവട്ടെ HP വിക്ടസിൻ്റെ ആവട്ടെ ലാപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിലൊക്കെ വരുന്നത് 144 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങളൊരു 1 lakh പ്ലസിൻ്റെ മേലൊക്കെ ക്യാഷ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ വരുന്ന മിനിമം റിഫ്രഷ് റേറ്റ് 165 Hz ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ഇനി വരുന്നത് പറയാൻ പോണ ലാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്സാണ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീരിയസ് കരിയറായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോണതാണ്. ഓക്കെ, ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് HP ഓമൻ്റെ ലാപ്പാണ്. ഈ HP എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ലാപ്ടോപ്സാണ് ഈ HP ഓമന്. ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ആവട്ടെ തെർമൽ ആവട്ടെ ഇതൊക്കെ ലെനോവോ എല്ലോക്കിനെക്കാട്ടിലും HP വിക്ടസിനെക്കാളും ഫാർ ബെറ്ററാണ്. അതാദ്യം മനസ്സിലാക്കുക. HP ഓമൻ്റെ ഇതുപോലെ പ്രീമിയം സെഗ്മെൻറ്റാണ്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1,34,000. അപ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോയി ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. കാരണം അതിന് കറക്റ്റ് കാരണമുണ്ട്. ഞാൻ പറഞ്ഞത് GTA 6 വരെ റണ്ണാണ്. കാരണം ഇതിലുള്ളത് RTX 5050 8GB ഗ്രാഫിക് കാർഡാണ്. ഇതിൽ GTA 6 റണ്ണായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ GTA 6 ആർക്ക് റെക്കമെൻഡ് ചെയ്യാനാണ്? അത് GTA 6 തന്നെ ഗെയിം കളിക്കാനുള്ള യൂസേഴ്സ് ആരുണ്ടാവും? പിന്നെ ഫോർ ഷുവർ ഈ ലാപ്പിലൊക്കെ GTA 6 റൺ ചെയ്യും. കാരണം RTX 5050 8GB VRAM ആണ് ഒന്നാമത്. പിന്നെ ഇതിൽ Ryzen 7 ആണ്. പിന്നെ Ryzen 7ൻ്റെ ഏറ്റവും ടോപ്പ് നോച്ച് വേരിയൻ്റാണ് കൊടുത്തിട്ടുള്ളത്. കാരണം HP ഓമനിൽ ഒരു നല്ല ക്വാളിറ്റി സാധനം തന്നെ വെക്കാറുള്ളൂ. പിന്നെ ഇതിലൊക്കെ 60GB റാമും ഉണ്ട്, 1TB സ്റ്റോറേജ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പവർ ഹങ്കർ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇത്രക്ക് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലാപ്പൊന്നും നിങ്ങൾ ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ലാപ്പ് പറഞ്ഞാൽ ഇന്ത്യയൊക്കെ ഡ്രീം. അതിപ്പോൾ എനിക്ക് കിട്ടിയുള്ള എൻ്റെ ഈ ലാപ്പിൽ 100% സാറ്റിസ്ഫൈഡാണ്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഭാവിയിലൊരു ലാപ്ടോപ്പ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെയാണ് എനിക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ലാപ്പ് ചൂസ് ചെയ്യും? ലെനോവോ ലീജിയൻ. ഇതൊരു ബിൽഡ് ക്വാളിറ്റി ആവട്ടെ ഡിസൈൻ ആവട്ടെ അതൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ബ്രാൻഡിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ അത്രയാണ്. ഇതൊരു ബിൽഡ് ക്വാളിറ്റി ഡിസൈനൊക്കെ കണ്ടാൽ നമുക്ക് കട്ടെടുത്ത് പെരീക്കുണ്ടാവുന്നു. അത്രയ്ക്ക് അടിപൊളിയുണ്ട് ബിൽഡ് ക്വാളിറ്റി ഡിസൈനൊക്കെ. കീബോർഡ് ആവട്ടെ തെർമൽസ് ആവട്ടെ അതിൻ്റെ പോർട്ടുകളുടെ ക്വാളിറ്റി ആവട്ടെ എല്ലാം അടിപൊളി ടോപ്പിന് വെച്ചേക്കാം ലെനോവോ ലീജിയൻ്റെത്. ഒന്നാമത് മനസ്സിലാക്കുക. രണ്ടാമതിലുള്ള ഗ്രാഫിക്സ് കാർഡോ RTX 5050 8GB ഗ്രാഫിക് കാർഡ് നേരത്തെ മുന്നിൽ തന്നെ. അപ്പോൾ ഇരിക്കും ഈ സെയിം ഗ്രാഫിക് കാർഡല്ല HP ഓമനിൽ. അതാ പറഞ്ഞത്, ഇത് ബ്രാൻഡ് ക്വാളിറ്റി കുറച്ചും കൂടെ കൂടി, ലെനോവോ ലീജിയൻ കുറച്ചും കൂടെ കൂടിയ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ളതും Ryzen 7 ആണ്. പിന്നെ ഇതിൻ്റെ TGP എന്ന് പറയുന്നത് 170 വാട്ടാണ്. അപ്പോൾ ഇതില്ല RTX 5050 ഈ ഒരു ലാപ്പിന് എത്ര ബെറ്ററായിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഊഹിപ്പിക്കാനുള്ളൂ. ഇതില്ല Ryzen 7ൻ്റെ മറ്റേ പ്രൊസറാവട്ടെ ഏറ്റവും വലുതായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങളൊക്കെ ജീവിതം വെറുത്തു. അതായത് ഒരു സാധാരണക്കാരനൊന്നും ഈ ഒരു ലാപ്പ് ഒരിക്കലും കോമ്പാറ്റബിൾ അല്ല എന്ന് തോന്നും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ലാപ്പൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമറൊക്കെ ആവേണ്ടി വരും. അത്രയ്ക്ക് ടോപ്പ് നോച്ച് പെർഫോമൻസ് വരുന്ന ഈ ലാപ്പിൻ്റെ പ്രൈസ് 1,50,000 റുപ്യ. വെറും 1,50,000 റുപ്യ. ഓക്കെ, അപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ പൈസൻ്റെ കയപ്പ് നിങ്ങൾ ഭയങ്കര വലിയ റിച്ചാണ്. നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ, നിങ്ങൾ അത്ര വലിയ എന്തോ മല മറിച്ച സാധനം, നിങ്ങൾ ഒരു എന്താ പറയുക
അത്രയും പവർ ഹങ്കർ ആയിട്ടുള്ള ടോപ്പ് നോച്ച് പെർഫോമൻസ്, ഇപ്പൊ പോസിബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ലാപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ, അത്ര പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ, നിങ്ങൾ വലിയ കോമ്പറ്റീറ്റീവ് ഗെയിമർ, അതായത് ഇപ്പോൾ നിങ്ങൾ വലിയ ഈഗിൾ ഗെയിമിങ്ങിൻ്റെയും തൊപ്പിൻ്റെ ഒക്കെ പോലെ ഹൈ എൻഡ് ഗെയിമിംഗ് ഒക്കെ സ്ട്രീം ചെയ്യണം അങ്ങനത്തെ ടൈപ്പ് ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം, അതായത് നമ്മളെ വ്യൂവേഴ്സിലെ 1% ആൾക്ക് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർക്കും 1% എൻ്റെ വ്യൂവറിൽ ഇത് ഉണ്ടാവില്ല. ഒരുത്ത കമൻറ്റ് ചെയ്താണ്, കണ്ടോ RTX 59 ലാപ്പ് വാങ്ങാൻ നിൽക്കണം. ഡാം, പൈസക്കാർക്ക് എന്തോ ഹലോ. ഇപ്പം മനസ്സിലാൽ ഓൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യണം അസൂസിൻ്റെ റോഗ്. ഈ വേരിയൻറ്റിൽ Ryzen 9 ആണല്ലോ, AMD Ryzen 9 എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് നോച്ച് പെർഫോമൻസ്. മനസ്സിലായോ? ടോപ്പ് നോച്ച് പെർഫോമൻസ്. അതിൽക്കൂടുതലൊന്നും നമുക്ക് ഈ 2020, അതായത് ഒരു 7-8 കൊല്ലത്തേക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഏത് വേരിൻ്റെ ആവട്ടെ, ഈ 1,00,000 മേലേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏത് വേരിൻ്റെ ആവട്ടെ, ഒരു 7-8 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇനി തിരിഞ്ഞ് നോക്കണ്ടെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അത് ഇനി എനിക്ക് അപ്ഗ്രേഡ് ആണ്, പക്ഷേ ഇതന്നെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ അത് 6 to 7 അല്ലെങ്കിൽ 7 to 8 years ഒക്കെ ഇത് ഉപയോഗിക്കുക. ആസൂസിൻ്റെ ഈ റോഗിൻ്റെ ഇതിൻ്റെ സ്പെക്കോ RTX 5058 GB ഗ്രാഫിക്കാണ്, അതൊക്കെ ഓക്കെ. Ryzen 9, പിന്നെ റാം വരുന്നത് 24 GB റാമാണ്, SSD വരുന്നത് 1 TB ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഭയങ്കര രസമല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെറും 1,73,000 റുപ്യ. ഒരു ബുള്ളറ്റ് എടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബുള്ളറ്റ് ക്ലാസിക് എടുക്കാം. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ഓക്കെ, ഈ പിന്നെ ഇതിലും വില കൂടിയ ലാപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ എടുത്ത് 5 ലക്ഷം റുപ്യേൻ്റെ ലാപ്പൊക്കെ ഉണ്ട്, അസൂസ് റോഗിൻ്റെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അംബാനിൻ്റെ മക്കളൊന്നുമല്ലല്ലോ, എൻ്റെ വ്യൂവേഴ്സ് അംബാനിൻ്റെ മക്കളൊന്നുമല്ലോ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നണേ നിങ്ങളെ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ലാപ്പ് അത്. ഇതിൽ എനിക്കറിയാം, ഇതിൽ വരുന്ന 95% ഓഫ് ദ ആൾക്കാരും കൂടുതലും മറ്റേ നോക്കുന്നത് ഒരു 80K to 1 lakhൻ്റെ അടിയിലുള്ള ലാപ്പ് കാരണം. പിന്നെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു 70 to 80K അടിയിൽ നോക്കണം. എല്ലാവർക്കും ആൻസർ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെ വേരിയൻ്റ് ഒരിക്കലും എടുക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു, ഏതൊക്കെ വേരിയൻ്റാണ് ഇന്ന ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ളത്, അങ്ങ് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ പറയണേ, ഈ ലാപ്ടോപ്പൊക്കെ നമ്മൾ ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങുന്ന സമയത്ത്, ഞാൻ ആളൊന്ന് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക, ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ യൂസ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കണം. കാരണം ചില ഗെയിമേഴ്സ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വെച്ചാൽ ഇത്ര FPS വേണമെന്നൊക്കെ കണക്കുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴുള്ള ഈ ലാസ്റ്റ് പറഞ്ഞ ഈ 80 to 1 lakhൻ്റെ ഇടയിലെ ഗെയിമിംഗ് ലാപ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യും. കാരണം RTX 4050 അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഗ്രാഫിക്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ 1 lakh പ്ലസ് ഞാൻ പറഞ്ഞ ഈ ലാപ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് ഗെയിമറോ സ്ട്രീമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. കാരണം ഇത്രയും പൈസ കൊണ്ട് കളയുമ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരും നിങ്ങളെ പൈസ വാങ്ങണം നിങ്ങളെ പാരൻസിന് ഇടുന്ന കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് കേസ് ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അതാണ് ഏറ്റവും ക്ലവർ ആയിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയൊരു ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഇല്ല. ഓരോരുത്തരുടെ യൂസ് കേസിനനുസരിച്ച് അത് മാറും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞുള്ള വിൻഡോസ് ലാപ്പാണ് ഫുള്ള്. മാക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ലിസ്റ്റ്. ഇനിയിപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് വല്ല പോരായ്മ ഒന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലും നല്ലൊരു ലാപ്പ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും കമൻറ്റ് പിൻ ചെയ്താൽ നമ്മളെ വ്യൂവേഴ്സിനും കൂടെ അറിയിപ്പിക്കുക. ഓക്കെ, ഞാൻ സംസാരിച്ച് പോയെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ ഗുഡ് മോർണിംഗ്, നിങ്ങൾ വീഡിയോ കാണാൻ ടൈം ആയത് എനിക്കറിയില്ല. ശരി.